വിശുദ്ധ വേദ പുസ്തകത്തിൻ്റെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തിയിൽ 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെക്കുറിച്ച് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. സകലതും നശിച്ച് നാമാവിശേഷമായി തീർന്നിരിക്കുന്ന ഈ ഭൂമി, പാഴും ശൂന്യവുമായിരിക്കുന്ന ഈ ഭൂമി, ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ തകർന്നടിഞ്ഞ ഈ ഭൂമി, അതിനെ പുനരുദ്ധീകരിക്കേണ്ടതിന്, അതിനെ പിന്നെയും പഴയതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പങ്കാളിത്തത്തെ വിശുദ്ധ വേദപുസ്തകം ആരംഭ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം വളരെ വലുതാണെന്ന് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. പിശാചിൻ്റെ പ്രവൃത്തികളാൽ, പിശാചിൻ്റെ ക്രിയകളാൽ തകർന്നടിഞ്ഞു പോയ ഈ ഭൂമിയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം താല്പര്യപ്പെടുമ്പോൾ അതിന് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്നു. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളത്താൽ മൂടപ്പെട്ടിരുന്ന ഈ ഭൂമിയെ, മുഴുവനും വെള്ളം കൊണ്ട് വിഴുങ്ങിയിരുന്ന ഈ ഭൂമിക്ക് മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മീതെ പരിവർത്തിക്കുകയായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് തീർത്തും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഈ ഭൂമി എന്നേക്കുമായി താളടിയായി പോകാതിരിക്കേണ്ടതിന്, തീർത്തും അത് തകർന്ന് തരിപ്പണമായി പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ മീതെ പരിവർത്തിക്കുകയായിരുന്നു. ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പങ്കാളിത്തമുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതം തകർന്നടിഞ്ഞതുപോലെ, ഒന്നിനും കൊള്ളാത്തതുപോലെ, ഉപയോഗശൂന്യമായി, ഇനി ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഉപയോഗശൂന്യമായ ഒരു വസ്തുവായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തെയോ, നിങ്ങളുടെ ഭവനത്തെയോ, നിങ്ങളുടെ ശുശ്രൂഷകളെയോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലെ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ അതിനെ അങ്ങനെയാണ് കണക്കാക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു രഹസ്യം പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ മീതെ പരിവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വലിയ പങ്കാളിത്തം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് കേവലം ആരാധനയുടെ ഇടയിൽ വന്നു പോകുന്ന ഒരു അനുഭൂതിയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മെച്ചപ്പെട്ട ഒരു പങ്കാളിത്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനുണ്ട്. ഭൂമി തീർത്തും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, പിശാചിൻ്റെ പ്രവൃത്തികളാൽ തകർന്നടിഞ്ഞു പോയ ആ ഭൂമിയെ പുനരുദ്ധീകരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയാണ്. കാലതാമസം വിന നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മൂല്യവത്തായ, ഏറ്റവും മാന്യമായ, ഏറ്റവും ഉന്നതമായിരിക്കുന്ന, ഏറ്റവും കളർഫുള്ളായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതിന് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുകയാണ്. തൻ്റെ ഹോളി സ്പിരിറ്റ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ കാണുന്ന എല്ലാ വസ്തുതകളും തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ടെൻ്റെ ഹോളി സ്പിരിറ്റ് പരമാർത്ഥമായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് എന്തൊക്കെ മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള ജീവിതം വളരെ ആനന്ദകരമാണ്. നിങ്ങളുടെ ജീവിതത്തെ വളരെ സമൃദ്ധമായ നിലവാരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോടൊപ്പം ചേർന്ന് നടക്കാം. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. വരും നാളുകളിൽ കർത്താവിനോടൊപ്പം ആനന്ദത്തോടെ ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകളെ ഉപസംഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.